الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم رب يسر ولا تعسر وزدنا علما وحلما وحكما وعقلا وعدلا كاملا رب تمم بالخير وسعد برحمتك يا ارحم الراحمين اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما الحمد لله على كل حال ونعوذ بالله من احوال اهل النار بسم الله الرحمن الرحيم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين الله سبحانه وتعالى പരിശുദ്ധവും പരിപാവനവുമായ മജ്‌ലിസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ ഇഷ്ട ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഇഷ്ടം പോലെ അള്ളാഹു അനുഗ്രഹങ്ങൾ വാരി കോരി തയ്യാറാക്കി വെച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമ്മെ നമ്മുടെ ഇഷ്ടക്കാരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ സൂറത്ത് യാസീൻ അതിന്റെ ഏതാനും ചില ആയത്തുകൾ കഴിഞ്ഞ മജ്‌ലിസിൽ നാം മനസ്സിലാക്കി. എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്തു പോകുന്ന ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും അല്ലാഹു ഈ ആയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. പല കാര്യങ്ങളും അല്ലാഹു ഈ ആയത്തിലൂടെ എന്നും നമ്മെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ടാണ് എല്ലാ ദിവസവും യാസീനെ കൊണ്ട് ആരംഭിക്കണം. ഒരു ദിവസം യാസീൻ കൊണ്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം സന്തോഷത്തിലാകും. വിശുദ്ധമായ ഖുർആനിന്റെ കൽബായിട്ട് അല്ലാഹു നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന സൂറത്ത് യാസീനിൽ നമുക്ക് സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണ പഠനമാണ് സൂറത്ത് യാസീൻ സന്തോഷ സമവാക്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിലിൽ നമ്മൾ ഈ അന്വേഷണവും പഠനവും ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു വെച്ച ആയത്ത് അവസാനം മരിച്ചവരെയൊക്കെ മയ്യിത്തായവരെയൊക്കെ നമ്മൾ ജീവിപ്പിക്കും. അവിടെ രണ്ട് അഭിപ്രായം സൂചിപ്പിച്ചു. ഒന്ന്, അറിവില്ലാത്തവരെ അറിവുള്ളവരാക്കും എന്നതാണ് ഒരു അഭിപ്രായം പറയുന്നത്. അറിവില്ലായ്മ നിർജീവമായ ഒരവസ്ഥയാണ്. അറിവുണ്ടാകുന്നത് നമുക്ക് സജീവത നൽകുന്ന കാര്യമാണ്. ഇസ്ലാം എന്ന് നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഇസ്ലാം എവിടെയാണ് സജീവമാകുന്നത്? അത് ദീനുള്ളിടത്താണ്. ദീൻ എവിടെയാണ് ആക്റ്റീവ് ആകുന്നത്? അത് അറിവുള്ളിടത്താണ്. ആദ്യം ഈമാൻ വേണം, രണ്ടാമത് ഇൽമു വേണം. തഅല്ലംനൽ ഈമാന സുമ്മ തഅല്ലംനൽ ഖുർആന എന്നാണ്. ആദ്യം നിങ്ങൾ ഈമാനെ കുറിച്ച് പഠിക്കുകയും ഹൃദയത്തിൽ വിശ്വാസത്തിന്റെ ഒളിവും തെളിവും ഉണ്ടാക്കിയെടുക്കുകയും ചെയ്താൽ പിന്നെ അല്ലാഹുവിന്റെ ഖുർആനെ കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ ആരംഭിക്കും. എത്ര തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും നമ്മൾ ഖുർആനെ കുറിച്ചുള്ള ഒരു അന്വേഷണവും പഠനവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കണം. ഈ അടുത്ത് ഞങ്ങളുടെ ഇപ്പോൾ അടുത്ത് തന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ പ്ലാൻ ചെയ്യുന്ന ഒരു വിഷയമാണ്. നമുക്ക് സ്ഥാപനത്തിൽ അദ്ദേഹമാണ് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പരേഡ് നോക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അന്തം വിട്ടു. കാരണം അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരത്ത് നിറയെ കൃഷിയിടങ്ങളാണ്. ഒരുപാട് റംബൂട്ടാനും ഒക്കെ ആയിട്ട് സ്വന്തമായിട്ട് വളമുണ്ടാക്കി സ്വന്തമായിട്ട് കൃഷി നടത്തി എല്ലാം സ്വന്തം ചെയ്യുന്ന ഒരു അധ്വാനിയായ മനുഷ്യൻ. ഞാൻ പറഞ്ഞത് എത്ര തിരക്കിനിടയിൽ. അപ്പോ ഖുർആന് വേണ്ടി പഠനത്തിന് വേണ്ടി തനിച്ച് ഒറ്റയ്ക്ക് മാറി വേറെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടല്ല. എല്ലാ ജീവിത തിരക്കുകൾക്കിടയിലും
നാം ഖുർആനിനെ പഠിക്കാൻ, അള്ളാന്റെ ഖുർആനിന്റെ ഇൽമ് പരാവാരങ്ങൾക്ക് പരന്നു കിടക്കുന്ന വൈജ്ഞാനിക സാഗരമാകുന്ന അതിൽ നിന്ന് കിട്ടുന്നിടത്തോളം ആവുന്നിടത്തോളം മരണത്തിന് മുമ്പ് നമ്മൾ സ്വായത്തമാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തൊരു മുസ്ലിമീങ്ങളാണ്, നമ്മൾ എന്തൊരു മുഅ്മിനീങ്ങളാണ്, നമ്മൾ എന്തറിഞ്ഞു അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ചും ഖുർആനെ സംബന്ധിച്ചും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇതൊക്കെ നമുക്ക് അള്ളാഹു നൽകിയ സുവർണ അവസരങ്ങളാണ്. വളരെ തുച്ഛമായ ആൾക്കാരാണ് നമ്മൾ പറയാൻ കേൾക്കാനൊക്കെ ഉള്ളതെങ്കിലും നമ്മൾ വലിയ സൗഭാഗ്യമുള്ളവരായതുകൊണ്ടാണ് ഈ മഹത്തായ സദസ്സിൽ അള്ളാഹു നമ്മളെ സെലക്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. നമ്മളെക്കാളും ബുദ്ധിയും ആയുസ്സും ആരോഗ്യം പ്രാപ്തിയും യോഗ്യതകളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ നമുക്കാണ് ഇത് വന്നിരിക്കാനും പറയാനും കേൾക്കാനും അള്ളാഹു സൗഭാഗ്യം നൽകിയത്. മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് അള്ളാഹുവിനോട് ശുക്ർ ചെയ്യും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹു പറയാണ് നമ്മള് നിർജീവമായവരെ സജീവമാക്കും. ഒന്നുകിൽ അറിവില്ലായ്മയിൽ നിന്നും അറിവാകുന്ന ഹയാത്തിന്റെ സജീവതയിലേക്ക് നമ്മൾ കൊണ്ടുവരും. മറ്റേ അഭിപ്രായം മരിച്ചവരെ നമ്മൾ ജീവിക്കും. എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യം, അവർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കും. അള്ളാഹുവിന്റെ അടുക്കൽ, പടച്ചറപ്പിന്റെ അടുക്കൽ എല്ലാം റെക്കോർഡാണ് എന്നതാണ് ഒരു നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന, പേടിപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നത്. ഒരു കാര്യം അള്ളാഹു റദ്ദ് ചെയ്ത് കളയുന്നില്ല. എല്ലാ കാര്യവും അള്ളാഹു എഴുതി വെച്ച് റെക്കോർഡാക്കി അതിനെ കൃത്യമായിട്ട് അതിന്റെ സെറ്റിൽമെന്റോടുകൂടി അള്ളാഹു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം പടയ്ക്കണം, ആ പടച്ചതൊക്കെ എവിടെ പടയ്ക്കണം, എങ്ങനെ പടയ്ക്കണം, അതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അതിന്റെ ഡേറ്റ് ഓഫ് ഡെത്ത്, അതിന്റെ റിസ്ക്, അതിന്റെ ഇണകള് എല്ലാം പടച്ചറപ്പ് എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. കുത്തിബ മഖാദീറുൽ ഖൽഖി ഖബല ഖൽഖി സമാവാതി വൽ അർദി 50,000 ആം. 50,000 വർഷങ്ങൾക്ക് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നത്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് അതിന്റെ ആദ്യത്തെ ഖലീഫയാകുന്ന മനുഷ്യൻ വരുന്നത്. അതിനൊക്കെ എത്രയോ കാലം കഴിഞ്ഞാണ് നമ്മളൊരു ഈ ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷം മുമ്പേ അള്ളാഹു എല്ലാം എഴുതി വെച്ചിരിക്കുന്നു. നമുക്ക് ശേഷം പറയാനുണ്ട്. അപ്പോ എന്നിട്ട് അള്ളാഹു പറയുന്നത് നമ്മൾ, അതുകൊണ്ട് ഞാൻ പറയുന്നത് മുമ്പും പിമ്പുമുള്ള നടപ്പിലുമുള്ള എല്ലാ കാര്യങ്ങളും റെക്കോർഡിക്കലാണ് എന്ന് പേടിപ്പെടുത്തുന്ന കാര്യം നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. അവരുടെ ശേഷിപ്പുകളെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന നന്മകൾ, ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളെല്ലാം കാണിക്കലാണ്. പിന്നെ മാത്രമല്ല നമ്മുടെ പള്ളികളിലേക്ക് നടന്നു പോകുന്ന നമ്മുടെ കാൽപ്പാടുകളെ നടന്നു വെച്ചാൽ അങ്ങനെയും ഉദ്ദേശിക്കാം എന്ന് പറയുന്നത്. എന്നിട്ട് അത് പറയാണ്, എല്ലാ കാര്യങ്ങളെയും നമ്മൾ ചെയ്യും. എന്ന വാക്കിന്റെ അർത്ഥം ഡീറ്റെയിൽ ചെയ്യുമെന്നാണ്. ഡീറ്റെയിൽ. നിങ്ങൾ ഇരുന്നിട്ട് അല്ലാഹു ചെയ്ത നിഅമത്തുകളെ എണ്ണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിനെ ഡീറ്റെയിൽ ചെയ്യാൻ കഴിയില്ല. കൃത്യമായിട്ട് എണ്ണി തിട്ടപ്പെടുത്താനാവാത്ത വിധം ആയിരക്കണക്കിന് അല്ല കോടിക്കണക്കിന് നിഅമത്തുകൾ ഇങ്ങനെ വാരിച്ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ തമ്പുരാൻ. അതേ പ്രയോഗമാണ് ഇവിടെ നടത്തിയത്. എല്ലാം നാം കൃത്യമായി ഡീറ്റെയിൽ ആയി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. വ്യക്തമായ ഒരു ഗ്രന്ഥത്തിൽ. ഇമാം എന്നത് ഉദ്ദേശിക്കുന്നത് കിതാബുൽ മുഖ്തദാ ബിഹിൽ ലദീ ഹുവ ഹുജ്ജത്ത്. നാളെ എടുത്തു വെച്ച് രേഖയായിട്ട് ഉന്നയിക്കപ്പെടുന്ന, ഉദ്ധരിക്കപ്പെടുന്ന, നമ്മുടെ മുന്നിൽ ഒരു തെളിവായിട്ട് ഹാജരാക്കപ്പെടുന്ന കിതാബ്. ഇതിലെല്ലാം അല്ലാഹു എഴുതി വെച്ചിരിക്കുന്നു. ഒരഭിപ്രായം. മുജാഹിദ്, ഖത്താദ, ഇബ്നു സയ്യിദ് പോലുള്ളവരൊക്കെ പറഞ്ഞ അഭിപ്രായത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൗഹുൽ മഹ്ഫൂദ് ആണ് എന്ന് പറയുന്നത്. ലൗഹുൽ മഹ്ഫൂദ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സൂറത്തു ബുറൂജിലാണ്. എവിടെയാണ് ലൗഹുൽ മഹ്ഫൂദ് പറയുന്നത്? ഫീ ലൗഹിൻ മഹ്ഫൂദ്.
അവസാനം പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞു? എന്താ പറഞ്ഞു? ഓക്കെ, والله من ورائهم محيط بل هو قرآن مجيد في لوح محفوظ. അപ്പോൾ ലൗഹിൽ മഹ്ഫൂദിലുള്ള ഖുർആൻ അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലൗഹിൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ലൗഹ് എന്നാണ് നേരെ അറബിൽ വാക്കർത്ഥം തടി, ഫലകം എന്നൊക്കെയാണ്. ഫലകം. മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്റ്റഡ്, സംരക്ഷിക്കപ്പെട്ട ഒരു ഫലകം. എന്ത് പ്രൊട്ടക്ഷൻ? ശൈത്താൻമാരിൽ നിന്ന്. മക്തൂബുൻ ഫീ ലൗഹി വഹുവ മഹ്ഫൂദുൻ ഇൻദല്ലാഹി തആല മിൻ ഉസൂലി ശയാത്തീൻ ഇലൈഹി. പിശാചുകൾക്കൊന്നും ചെന്ന് കൈകടത്താനോ കട്ടെടുക്കാനോ കഴിയാത്ത തരത്തിൽ പ്രൊട്ടക്ട് ചെയ്യപ്പെട്ട, സൂക്ഷിക്കപ്പെട്ട ഒരു മഹ്ഫൂദായ ഫലകം എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അത് തന്നെയാണ് ഉമ്മുൽ കിതാബ്. അതിൽ നിന്നാണ് ഖുർആൻ രൂപീകരിക്കപ്പെട്ടത്. അതിൽ നിന്നാണ് എല്ലാ ഗ്രന്ഥങ്ങളും ഉണ്ടായത്. അതിൽ നിന്നാണ് സർവ്വവിജ്ഞാനങ്ങളും ഈ ലോകത്ത് നടക്കണം എല്ലാം കൃത്യമായിട്ട് റെക്കോർഡാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് ഉമ്മുൽ കിതാബ്. അത് തന്നെയാണ് ലൗഹുൽ മഹ്ഫൂദ് എന്ന് അഭിപ്രായം പറയപ്പെടുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദിക്കപ്പെടുന്നു, അവർ പറയാണ് ലൗഹു മിൻ യാഖൂത്തത്തിൻ ഹംറ, ചുമന്ന മാണിക്യത്താലുള്ള ഒന്നാണ് ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്നത്. അഅലാഹു മഹ്ഫൂദുൻ ബിൽ അർശി, അതിന്റെ ഏറ്റവും മുകൾ ഭാഗം അല്ലാഹുവിന്റെ സിംഹാസനത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്, ബന്ധിച്ചിരിക്കുകയാണ്. വസ്ഫലു ഫീ ഹിജ്രി മലക്കിൻ യുഖാലു മാറ്റിരിയു, മാറ്റിരിയു എന്നൊരു മലക്കിന്റെ മടിയിലാണ് അതിന്റെ ഏറ്റവും താഴത്തെ ഭാഗം. ഏറ്റവും മേൽഭാഗം എവിടെയാണ്? അർശിലും താഴ്ഭാഗത്തെ കിതാബുനൂർ വഖലമുനൂർ, അതിന്റെ അതിന്റെ പേജും അതിന്റെ പേനയും ഒക്കെ നൂറാണ്, പ്രകാശത്താലുള്ളതാണ്. യൻദുറുല്ലാഹു അസ്സ വജല്ല ഫീഹി കുല്ല യൗമിൻ 360 നദറ. ശ്രദ്ധിക്കണം, ഈ ലൗഹുൽ മഹ്ഫൂദ് അല്ലാഹു സുബ്ഹാനഹു എല്ലാ ദിവസവും 360 പ്രാവശ്യം നോക്കുമത്രേ. ലൈസ മിൻഹാ നദറത്തുൻ ഇല്ലാ വഹു യഫ്അലു മാ യശാ യർഫഉ വദിയൻ വയദഉ റഫീഅൻ വയുഗ്നി ഫഖീറൻ വയുഫ്തിർ ഗനിയൻ യുഹീ വയുമീത് വയഫഅലു മാ യശാ ലാ ഇലാഹ ഇല്ലാ ഹു. 360 പ്രാവശ്യം ലൗഹുൽ മഹ്ഫൂദിൽ അല്ലാഹു നോക്കുമ്പോൾ ഓരോ നോട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിച്ഛിക്കുന്ന തീരുമാനങ്ങൾ എടുക്കും. നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട, പഠിക്കേണ്ട കാര്യം. എത്ര ഉയരങ്ങളിൽ ഇരിക്കുന്ന ആളാണെങ്കിലും, എത്ര അധസ്ഥിതമായ അവസ്ഥയിൽ കഴിയുന്ന ആളാണെങ്കിലും, എത്ര സമ്പന്നനാണെങ്കിലും, എത്ര പാവപ്പെട്ടവനാണെങ്കിലും, നിമിഷ നേരം കൊണ്ട് അല്ലാഹു അതിൽ മാറ്റങ്ങൾ വരുത്തുമെന്നതിന്റെ സൂചനയാണ്. എന്താ പറഞ്ഞത്? ഏത് നോട്ടം നോക്കുമ്പോഴും അല്ലാഹു ഉദ്ദേശിച്ചത് ചെയ്യും. ചിലപ്പോൾ ഉയർന്നവനെ താഴ്ത്തും, ചിലപ്പോൾ താഴ്ന്നവനെ ഉയർത്തും, ചിലപ്പോൾ സമ്പന്നനെ സാധുവാക്കും, ചിലപ്പോൾ സാധുവിനെ സമ്പന്നനാക്കും. യുഹീ വയുമീത്, അവൻ ഇഷ്ടപ്പെട്ടവരെ ജീവിക്കാൻ വിടും, ഇഷ്ടപ്പെട്ടവരെ മരിപ്പിച്ചു കളയും. അത് അല്ലാഹുവിന്റെ തീരുമാനം. യഫ്അലു മാ യശാ. അല്ലാഹുവിനെ സംബന്ധിച്ച് അല്ലാഹു ഖുർആൻ പറഞ്ഞത് ഫഅലു ലിമാ യുരീദ്, അവൻ ഇഷ്ടപ്പെട്ടതിനെ ചെയ്യും. ആർക്കും ചോദിക്കാൻ കഴിയില്ല, ആർക്കും ചോദിക്കാൻ കഴിയില്ല. ലാ യസ്അലു അമ്മാ യഫ്അൽ, അവൻ ചെയ്തതിനെപ്പറ്റി ആർക്കും ചോദിക്കാൻ പറ്റില്ല. അവൻ ഇച്ഛിച്ചതിനെ അവന്റെ തീരുമാനത്തിൽ അവൻ എടുത്തിരിക്കും. അല്ലാഹു പറയുകയാണ്. മറ്റൊരഭിപ്രായം ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്നത് അത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നെറ്റിത്തടത്തിലാണ് പറയപ്പെടുന്നത്. ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാ കാര്യങ്ങളും, മുഴുവൻ സൃഷ്ടികളുടെ ഡീറ്റെയിലുമുണ്ട്. അവരുടെ അജൽ എന്ന് പറഞ്ഞാൽ എത്ര ജീവിക്കും, റിസ്ക് എത്ര ഉപജീവനം കിട്ടും, അമല് എന്തെല്ലാം വർക്ക് ചെയ്യും, എല്ലാം അവരുടെ ആർത്തികത്തെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വെച്ചിരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൗഹുൽ മഹ്ഫൂദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം എഴുതി വെച്ച ചില പോയിന്റുകൾ നല്ലോണം ശ്രദ്ധിച്ച് കേട്ടിട്ടോ. അല്ലാഹു പറയാണ്, ഇന്നി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനാണ് അല്ലാഹ്, ഞാനല്ലാത്ത വേറൊന്നില്ല. ഒന്നാമത്തെ കാര്യം, മുഹമ്മദ് റസൂലി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ദൂതനാണ്. മനിസ്തസ്ലമ ലിഖദാഇ വസബറ അലാ ബലാഇ, എന്റെ തീരുമാനങ്ങളെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്തവനാരോ, എന്റെ ബല, ഞാൻ കൊടുക്കുന്ന പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നവനാരോ, വശകറ നിഅമഇ, ഞാൻ കൊടുത്ത നിഅമത്തുകൾക്ക് നന്ദി ചെയ്യുന്നവനാരോ, ഖതബുഹു സിദ്ദീഖ, അവനെ ഞാൻ സിദ്ദീഖ് എന്ന് എഴുതി വെക്കും. അവനാണ് അതിസത്യവാൻ. ഇത് വേണം, ക്വാളിഫിക്കേഷൻ കാണുന്നുണ്ടോ? ഈ മാസ്റ്റർ എന്താ പറഞ്ഞത്? എന്റെ കഥാകളെ, എന്റെ തീരുമാനങ്ങളെ ആര് ഉൾക്കൊള്ളുന്നുവോ, എന്റെ ബലായിനെ ആര് ക്ഷണിക്കുന്നുവോ, എന്റെ
എന്റെ നിഅമത്തുകൾക്കായി നന്ദി ചെയ്യുന്നവർ ഞാൻ സിദ്ദീഖ് എഴുതി വെക്കുകയും സിദ്ദീഖികളുടെ കൂട്ടത്തിൽ യാത്രയാക്കുകയും ചെയ്യും. ومن لم يستسلم لقضائي ولم يصبر على بلائي ولم يشكر نعمائي فليتخذ إلها بسوائي. പടച്ചറപ്പിന്റെ ഒരു വചനമാണ്, നമ്മൾ ശ്രദ്ധിച്ച് കേട്ടോണേ. എന്റെ തീരുമാനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവനാരോ, എന്റെ പരീക്ഷണങ്ങളെ ക്ഷമിക്കാൻ കഴിയാത്തവനാരോ, എന്റെ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യാൻ പറ്റാത്തവനാരോ, അവൻ ഫലയത്തഖദ് ഇലാഹൻ ഗൈരി, അവൻ ഞാനല്ലാത്ത ഇലാഹിനെ തേടിക്കൊള്ളട്ടെ. അല്ലാഹു അക്ബർ. അല്ലാഹു അല്ലാത്ത ഇലാഹിനെ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ അടുക്കലുള്ള മുഴുവൻ കാര്യങ്ങളും ഇതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. വിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഅദിൽ ഇതിലുണ്ട്. وما كان لرسول أن يأتي بآية إلا بإذن الله لكل أجل كتاب يمحو الله ما يشاء ويثبت وعنده أم الكتاب. الله سبحانه وتعالى പറയുകയാണ്, ഒരു റസൂലിനും പ്രത്യേകിച്ച് ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരാൻ കഴിയില്ല. നബിമാര് വരുമ്പോ ഉമ്മത്ത് ദൃഷ്ടാന്തം ചോദിക്കും, പക്ഷെ ആർക്കും പ്രത്യേകിച്ച് ദൃഷ്ടാന്തം കൊണ്ടുവരാൻ കഴിയില്ല. അല്ലാഹു തീരുമാനക്കാരെ ലികുല്ലി അജലിൻ കിതാബ്, എല്ലാ കാര്യത്തിലും കൃത്യമായ രേഖയുണ്ട്. അത് പറയാ എല്ലാ നമ്മളെ മനസ്സിൽ എപ്പോഴും എഴുതി വെച്ചിരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. എന്താണ് ലികുല്ലി അജലിൻ കിതാബ്? എല്ലാത്തിനും റെക്കോർഡുണ്ട്. യംഹുല്ലാഹു മാ യശാ, അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളെ റെക്കോർഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും. ചില കാര്യങ്ങൾ അവൻ ഫൈനൽ ചെയ്യും. അവന്റെ അടുക്കലാണ് ഉമ്മുൽ കിതാബ്, കിതാബിന്റെ മാതാവ് ഉള്ളത്. എന്താണ് വിഷയം നമുക്ക് നോക്കാം. അതിനുമുമ്പ് ഒരു സംഭവം പറയാം. ഹസ്രത്ത് ഈസ, ഹസ്രത്ത് മൂസ അലൈഹിസ്സലാം തൂർ സീനാ പർവ്വതം കയറുമ്പോൾ അല്ലാഹു പോയല്ലോ മൂസ അലൈഹിസ്സലാം. അപ്പൊ കാണാൻ കയ്യിലൊരു മോതിരം കിടക്കുന്നു. ചോദിച്ചു, യാ മൂസ മാ ഹാദാ? അല്ലാഹു പറയാം. എങ്കിലും മൂസ അലൈഹിസ്സലാം ചോദിക്കും. എല്ലാവരും മൂന്നിന് ശ്രദ്ധിച്ചിരിക്കും. എന്താണ് മൂസ നിന്റെ കയ്യിൽ? മൂസ അലൈഹിസ്സലാം പറഞ്ഞു, അത് ആണുങ്ങൾക്ക് ധരിക്കാൻ പറ്റുന്ന ധരിക്കുന്ന മോതിരമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ഫഹൽ അലൈഹി ശൈഉൻ മിൻ അസ്മാഇ മക്തൂബൻ ഔ കലാമി, ആ മോതിരത്തിനകത്ത് എന്റെ ഇസ്മുകളിൽ നിന്ന് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്റെ വചനത്തിൽ നിന്ന് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞില്ല. എങ്കിൽ ഞാൻ ഈ പറയുന്ന പോയിട്ട് നീ ആ മോതിരത്തിന്റെ ഫലകത്തിൽ എഴുതി വെക്കണം. എന്താണെന്നറിയോ? ഫക്തുബ് അലൈഹി, നീ അതിനെ എഴുതി വെക്കണം. ലികുല്ലി അജലിൻ കിതാബ്, എല്ലാത്തിനും രേഖയുണ്ട്. എല്ലാം മക്തുബ, എഴുതപ്പെട്ടതാണ്, റെക്കോർഡ് ചെയ്യപ്പെട്ടതാണ്. ഈ പോയിന്റ് എല്ലാത്തിനും രേഖയുണ്ട് എന്ന് അതിനകത്ത് എഴുതി വെക്കണമെന്ന് ഹസ്രത്ത് മൂസ അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇപ്പൊ ഇവിടെ അല്ലാഹുവിന്റെ ഖദറിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലാഹുവിന്റെ തീരുമാനത്തെ കുറിച്ച്. എന്നിട്ട് പറഞ്ഞ ആയത്തിൽ പറഞ്ഞ കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില കാര്യങ്ങളെ അല്ലാഹു മാറ്റുകളെയും ചില കാര്യങ്ങളെ അല്ലാഹു സ്ഥിരപ്പെടുത്തും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കുത്തിബ മഖാദീറുൽ ഖൽഖി, എല്ലാ പടപ്പുകളുടെ മുഴുവൻ കാര്യങ്ങളും നേരത്തെ എഴുതി. ജഫൽ ഖലമു ബിമാ അൻതലാഖ, ഓരോ മനുഷ്യനും എന്ത് സന്ധിക്കണം, എന്ത് കണ്ടുമുട്ടണം, എന്ത് അനുഭവിക്കണം എന്നതിനെ സംബന്ധിച്ച് പേന എഴുതി, പേന മാറ്റിവെച്ച് ഇതിന്റെ പേനയുടെ മഷി ഉണങ്ങി. ഹദീസിൽ വന്നൊരു പ്രയോഗമാണ്. ജഫൽ ഖലമു, പേന ഉണങ്ങി കഴിഞ്ഞു. ബിമാ അൻതലാഖ, നീ കണ്ടുമുട്ടുന്ന കാര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് പ്രപഞ്ചത്തെ ശ്രദ്ധിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പേ പടച്ചറപ്പ് റിക്കാർഡാക്കി വെച്ചിരിക്കുന്ന കാര്യം കഴിഞ്ഞിരിക്കുന്നു, റിക്കാർഡ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ആ ചിത്രത്തിന്റെ മുകളിൽ കളർ പരട്ടുന്ന പരിപാടി നമുക്കുള്ളൂ എന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എഴുതി വെച്ച ഓരോ കാര്യങ്ങളിലും മാറ്റം വരുന്നത് ഏതാണ്, മാറ്റം വരാത്തത് ഏതാണ്? അല്ലാഹുവിന്റെ ഖളാ രണ്ട് തരം ഖളാവുണ്ട്. ഒന്ന് അൽ ഖളാഉൽ മുഅല്ലഖ്, മറ്റൊന്ന് അൽ ഖളാഉൽ മുബ്റം. എന്ന് പറഞ്ഞാൽ മാറ്റം വരുന്ന തീരുമാനവും മാറ്റം വരാത്ത തീരുമാനവും. ഇവിടെ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും അല്ലാഹു ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ മാറ്റങ്ങളില്ല, അതിൽ മാറ്റമില്ല, അതിൽ വ്യത്യാസങ്ങളില്ല. എന്നാൽ മാറ്റം വരുന്ന ഒരു കാര്യമുണ്ട്. എന്നറിയാമോ? മലക്കുകളുടെ ഏടുകളിൽ അവർ പകർത്തി എഴുതിയ ചില കാര്യങ്ങളിൽ അല്ലാഹു മാറ്റത്തിനൊരു സാധ്യത വെച്ചിട്ടുണ്ട്. അതായത് ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ ഇൻ കുന്ത കതബ്തനി കദാ ഫൗഖ
وارفعني واكتبني فإنك قلت يمحو الله ما يشاء ويثبت. അതായത് അല്ലാഹുവേ, എന്റെ ഇസ്മിനെ നീ വിജയികളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയതെങ്കിൽ അത് നീ സ്ഥിരപ്പെടുത്തണേ. എന്റെ നാമത്തെ പരാജയരുടെ കൂട്ടത്തിലാണ് എഴുതി വെച്ചെങ്കിൽ അത് നീ മാറ്റി കളയണേ എന്നൊരു ദുആ ഹസ്രത്ത് ഉമർ അലൈഹിസ്സലാമിന്റെ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് അതിനെ സംബന്ധിച്ചിട്ടാണ് നമുക്ക് അന്വേഷിക്കാനുള്ളത്. ഇവിടെ മാറ്റം വരുന്ന കാര്യം മഹ്വു ഇസ്ബാത്ത്, അതായത് ചിലത് മാറ്റി ചിലത് സ്ഥിരപ്പെടും എന്ന് പറഞ്ഞല്ലോ. അതെവിടെയാണ്? മലക്കുകളുടെ ഏടുകളിലുള്ള കാര്യമാണ്. എന്നാൽ ലൗഹുൽ മഹ്ഫൂസിൽ ഇരിക്കുന്ന കാര്യത്തിന് ഒരു കാരണവശാലും ഒരിക്കലും മാറ്റം വരികയില്ല. ഇവിടെ ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂസിൽ നിന്ന് ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടി ചില സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇദാ ഖലഖ ജസദൽ ജനീനി ഖബ്ല നഫ്ഖി റൂഹി ഫീഹി ബഅസ ഇലൈഹി മലകൻ ഫയഅ്മറു ബിഅർബഇ കലിമാത്തിൻ ഫഅ്മറു ബികത്ബി അർബഇ കലിമാത്തിൻ. ഇതാണ് ജിസ്മുഹു വഅജലുഹു വഅമലുഹു വശഖിയുൻ അംസഇ. ഉമ്മയുടെ കുഞ്ഞിൽ ഉമ്മയുടെ വയറ്റിൽ ജന്മമെടുക്കുന്ന ഒരു കുഞ്ഞിന് റൂഹുന്നതിന് മുമ്പേ 4 കാര്യങ്ങൾ അവിടെ എഴുതി വെക്കും. ഒന്നവന്റെ ജിസ്മു, ഇവൻ ഇവിടെ വന്ന് എന്ത് കഴിക്കും എന്നതിനെ സംബന്ധിച്ച്. പിന്നെ വഅജലുഹു, എത്ര നാളുകളുടെ ജീവിക്കും. പിന്നെ മറ്റൊന്ന് വഅമലുഹു, എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഇവനോട് ചെയ്യും. പിന്നെ മറ്റൊന്ന് ശഖിയുൻ ഔ സഈദുൻ, അവൻ വിജയിയാണോ പരാജയമാണോ. ഈ കാര്യങ്ങൾ അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും വ്യക്തിപരമായ ഒരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? സൂറത്തുൽ ദുഖാനിൽ സൂറത്തുൽ ഖദ്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ഖദ്റിന്റെ രാത്രി, നിശ്ചയത്തിന്റെ രാത്രി. ഇതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ മുമ്പുണ്ടായിട്ടുള്ള മജ്‌ലിസുകളിലൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഖദ്റിന്റെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖദാന്റെ വിഷയത്തിൽ ഒരു ഫൈനൽ തീരുമാനമുണ്ടാക്കി. അതുപോലെ തന്നെ സൂറത്തുൽ ദുഖാനിൽ ആമീൻ വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻസിരീൻ. ഒരു അനുഗ്രഹീതമായ രാത്രിയിലാണ് ഖുർആൻ അവതരിപ്പിച്ചതെന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. എല്ലാ തന്ത്രപ്രധാനമായ കാര്യങ്ങൾക്കും അന്ന് തീരുമാനമുണ്ടാവുകയാണ്. അപ്പൊ ഇതെന്താണ് ഈ പറഞ്ഞത് എന്നാണ് ചോദ്യം. അതിന്റെ ഉദ്ദേശം ഇതാണ്, നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വർഷാവർഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാൻ 15ന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ ലൗഹുൽ മഹ്ഫൂസ് എന്നറിയപ്പെടുന്ന ഉമ്മുൽ കിതാബ് എന്നറിയപ്പെടുന്ന മാസ്റ്റർ ഗ്രന്ഥത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയത് അവിടെന്നാണ്. ഖുർആൻ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തുള്ള ബൈത്തുൽ ഇസ്സയിലേക്ക് ഒരു ഇറക്കിയിട്ടുണ്ട്. അവിടെ ലൈലത്തുൽ ഖദ്റിൽ ഇറക്കിയെന്നും ലൈലത്തുൽ ബറാഅത്തിൽ ഇറക്കിയെന്നൊക്കെ അഭിപ്രായം പറയുമ്പോൾ രണ്ട് അഭിപ്രായത്തെ സമന്വയിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ഇറക്കം ലൗഹുൽ മഹ്ഫൂസിൽ നിന്ന് എവിടത്തേക്ക് ഇറക്കി? ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറക്കി. ബൈത്തുൽ ഇസ്സയിൽ നിന്ന് 23 വർഷക്കാലം കൊണ്ട് ഓരോ സംഭവങ്ങൾക്ക് അനുസൃതമായിട്ട് ഭൂമിയിലേക്ക് ഇറക്കി. ഇങ്ങനെ രണ്ട് ഇറക്കൽ എന്ന് പറയുന്നുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാത്രിയിൽ ബറാഅത്തിന്റെ ശഅബാന്റെ രാത്രിയിൽ ആ ലൗഹുൽ മഹ്ഫൂസ് മലക്കുകൾക്ക് എഴുതാനുള്ള അവസരം കൊടുക്കും. അവരവിടെ നിന്ന് എഴുതി തുടങ്ങും. അടുത്ത റമദാൻ 27 എന്നുള്ളതല്ല, റമദാനിലെ അവസാനത്തെ മുതൽ ഖദ്റിന്റെ രാത്രി വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ഫൈനൽ ചെയ്യും. അപ്പോ നിലവിൽ നമ്മുടെ ഖദ്റുകൾ, നമ്മുടെ നിശ്ചയങ്ങൾ തീരുമാനിക്കുന്നത് മലക്കുകളുടെ കയ്യിലാണ്. ആ മലക്കുകളുടെ കയ്യിൽ ഇരിക്കുമ്പോഴാണ് മഹ്വു ഇസ്ബാത്തിന് സാധ്യതയുള്ളത്. അതായത് അല്ലാഹു ഡിലീറ്റ് ആയി കളയുകയും അല്ലാഹു ഉറപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചില കാര്യങ്ങൾ അസ്ഥിരപ്പെടുത്തി കളയുകയും ചെയ്യുന്ന സാധ്യത വരുന്നത് അവിടെ ഇരിക്കുമ്പോൾ, മലക്കുകളുടെ കയ്യിൽ ഇരിക്കുമ്പോഴാണ്. ഞാൻ പല പ്രാവശ്യം മജ്‌ലിസിൽ പറയുന്നുണ്ട്, നിങ്ങളെ നമ്മുടെ അടുത്തൊരു വർഷത്തേക്കുള്ള കാര്യം, നമുക്ക് എത്ര മഴ വേണം, നമുക്ക് കൃഷിയിൽ എത്ര വിഭവം വേണം, നമ്മുടെ മക്കളെ കല്യാണം നടക്കണോ, നമ്മുടെ മക്കളെ വിദ്യാഭ്യാസം നടക്കണോ, നമുക്ക് വീട് വെക്കണോ, എന്ത് കാര്യങ്ങൾ പടച്ചറപ്പിലെടുത്ത് വേഗത ആവശ്യമില്ല. ഒരു രാത്രി ഉറക്കൊഴിഞ്ഞിരുന്നാൽ മതി. ഒരു രാത്രി ബറാഅത്തിന്റെ രാത്രി വരുമ്പോൾ അതിന് കാത്തിരുന്നിട്ട് എന്റെ രാത്രി ഉറക്കൊഴിഞ്ഞിരിക്കും. അള്ളാഹിന്റെ അടുത്ത് വേഗത ആവശ്യപ്പെടും. എന്നിട്ട് അതിങ്ങനെ തുടരും. ഖദ്റിന്റെ ലൈലത്തുൽ റമദാന്റെ രാത്രിയിൽ വരെ അത് ആ ഒരു സാഹചര്യം അല്ലാഹു അവിടെ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് രാത്രി അല്ലാഹുവിന്റെ ജിബ്രീൽ മലാക എല്ലാ മലക്കുകളും റൂഹുകളുമായിട്ടൊക്കെ ഇങ്ങനെ ഇബാദത്തിൽ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സലാം പറയും. സലാമുൻ അലൈക്കും സലാമുൻ ഹത്താ മത്ലഇൽ ഫജ്ർ. സത്യപ്രഭാതത്തിന്റെ ഉദയം വരെ ഈ ഒരു സംഗതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ആരും മൈൻഡ് ചെയ്യാറില്ല.
നമുക്കെന്തൊരു ബറാത്ത്, നമുക്കെന്തൊരു ലൈലത്തുൽ ഖദ്ർ. നമ്മളെല്ലാ രാത്രിയും തിന്നും, നമ്മളെല്ലാ രാത്രിയും ഉറങ്ങണം. ഒന്ന് ഹയാത്താക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പടച്ചിറപ്പ് അങ്ങനെ ഒരു മാറ്റത്തിന്, ഭേദഗതിക്ക് നമ്മുടെ സാഹചര്യമാണ് വെച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് മാറ്റങ്ങൾ ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മാറ്റങ്ങൾ വരുന്ന മറ്റൊരു സാധ്യതയെ കുറിച്ച് ഹദീസിൽ കാണുന്നത്, ആ മാറ്റം വരുന്ന പോയിന്റ് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നത്, മൻ സറഹു അൻ യുസത ലഹു ഫീ റിസ്ഖിഹി വ യുസവ ലഹു ഫീ അസലിഹി ഫൽബൈസിൽ റഹ്മ. ആർക്കെങ്കിലും ആയുസ് കൂടണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ ആയുസ് കൂടുന്നത് ഒരാൾക്ക് സന്തോഷമാണോ എങ്കിൽ അവൻ എന്ത് ചെയ്യണം? കുടുംബബന്ധം ചേർക്കണം. കുടുംബബന്ധം ചേർക്കണം. അപ്പൊ ഈ കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്, വലിയ കാര്യം. മുറിക്കാതിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ആരുടെയെങ്കിലും ആയുസ് വർധന ഉണ്ടാകണമെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കണം. അപ്പൊ ഒരാൾക്ക് 65 വയസ്സ് അല്ലാഹു ലഹുൽ മഹ്ഫൂദ് എഴുതി വെച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നിശ്ചയിച്ചിരുന്ന ആയുസ്. അപ്പൊ ഇവൻ എന്ത് ചെയ്തു? ഇവൻ കുടുംബബന്ധമൊക്കെ ചേർത്ത് നല്ല ജീവിതം 5 വയസ്സ് അധികം കൊടുക്കും. പക്ഷെ ഇവൻ കുടുംബബന്ധം ചേർക്കുമെന്നതും എഴുതി വെച്ചിരിക്കും. ഇവൻ കുടുംബബന്ധം ചേർക്കും എന്നതും അല്ലാഹു എഴുതി വെക്കും. അപ്പൊ റിക്കാർഡാണ് മൊത്തം. അതിന്റെ അസ്ബാബുകളുമായിട്ട്, കാര്യകാരണ ബന്ധങ്ങളുമായിട്ട് അവൻ ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ ബന്ധപ്പെടണം എന്നത് അവലേക്ക് ഇഖ്തിയാറായിട്ട് അവന്റെ ശ്രേഷ്ഠ പ്രകാരം നന്മയായിട്ടുള്ള വെച്ചിരിക്കുന്നു. അതും അല്ലാഹു എഴുതി വെച്ചിരിക്കും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ്. ഇനി കാണാം, എന്താ കാണുന്നത്? ഒരു മനുഷ്യന്റെ റിസ്ക് തടയപ്പെടാൻ അവൻ ചെയ്യുന്ന കുറ്റം കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എഴുതി വെച്ചിരുന്നു നല്ലതുപോലെ സുഭിക്ഷമായ ഭക്ഷണവും നല്ല ഉപജീവനത്തിന്റെ വഴി. ഇവൻ ചില തെറ്റുകൾ ചെയ്തു. ആ തെറ്റുകൾ ചെയ്തതിന്റെ പേരിൽ ആ റിസ്ക് അല്ലാഹു വെട്ടിക്കുറയ്ക്കും. അപ്പൊ ആ തെറ്റുകൾ ചെയ്യുമെന്നും അത് കുറയ്ക്കുമെന്നും അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ അല്ലാഹുവിന്റെ തീരുമാനത്തിൽ മാറ്റം വരുന്നതും മാറ്റം വരാത്തതും. ഉമ്മുൽ കിതാബ് എന്നറിയപ്പെടുന്ന ലൗഹുൽ മഹ്ഫൂദിലുള്ള വകുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ കിതാബിൻ മുബീൻ എന്ന് പറഞ്ഞ രേഖപ്പെടുത്തിയ കാര്യങ്ങളിൽ മാറ്റം വരില്ല. മലക്കുകളുടെ കൈകളിലേക്ക് വന്നതിൽ വർഷാവർഷം ഭേദഗതി അനുഭവിച്ചുള്ള ചില സംഗതികളുണ്ട്. അമലുകൾ ചെയ്താൽ മാറ്റം വരുന്ന ചില സംഗതികളുണ്ട്. അതിന് അല്ലാഹു ഭേദഗതി തരും. എന്നാൽ ചില കാര്യങ്ങളിൽ അല്ലാഹു ഒരു മാറ്റങ്ങളും ഒരിക്കലും അനുവദിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ദുആകൾ ലാ യുർദുൽ ഖദാഅ ഇല്ല ദുആഉ എന്നാണ്. പടച്ചറപ്പിന്റെ ഖദാഇനെ മാറ്റാൻ ദുആ കൊണ്ടേ കഴിയും, വേറെ ഒന്നും കൊണ്ട് കഴിയില്ല. ദുആക്ക് ഭയങ്കര ശക്തിയാണ്. അല്ലാഹുവിന്റെ തീരുമാനം തന്നെ അല്ലാഹു മാറ്റുന്നു പറയുന്നത് ദുആ. ഹദീസിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഏറ്റവും വലിയ ശക്തിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇരുമ്പാണോ? അല്ല. തീയാണോ? കാറ്റാണോ? കല്ലാണോ? പാറയാണോ? ഒന്നുമല്ല. അതിനെ കവച്ചു വെക്കുന്ന ഒരു ശുദ്ധമായ ആയുധം സിലാഹുൽ മുഅ്മിൻ. ഒരു സത്യവിശ്വാസിയുടെ ആയുധം എന്താണ്? അവന്റെ കയ്യിലിരിക്കുന്ന ഇരുമ്പാണോ? ബോംബാണോ? മിസൈലാണോ? തീയാണോ? എന്താണ്? ഒന്നുമല്ല. എല്ലാത്തിനും അപ്പുറം ശക്തമായ ഒരായുധം ഒരു സത്യവിശ്വാസിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു അത്? ദുആയാണ്, പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഒരു സത്യവിശ്വാസിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനകളെ വളരെ ശ്രദ്ധിക്കുക. പ്രാർത്ഥന ചെറിയ കാര്യമല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ദിവസം പോലും പടച്ചറപ്പിനടുത്ത് കൈയെടുക്കാത്ത, ദുആ ചെയ്യാത്ത ഒരു സാഹചര്യം നമ്മളിൽ ഉണ്ടാകരുത്. 5 വഖ്ത് നിസ്കാരത്തിന് ശേഷം പടച്ചറപ്പിനടുത്ത് നിർബന്ധമായിട്ട് നമ്മൾ കൈയെടുക്കണം. 5 വഖ്തിന് ശേഷമുള്ള ദുആക്ക് അല്ലാഹു ഉത്തരം നിശ്ചയിച്ചു. ഇബ്രാഹിം സ്വലാത്ത് ഫർദാക്കപ്പെട്ട എല്ലാ നിസ്കാരത്തിന്റെയും പിന്നിൽ അല്ലാഹു ഇജാബത്തുള്ള ദുആ വെച്ചിട്ടുണ്ട്. പിന്നെ ഫീ ജൗഫിൽ ലൈൽ, രാത്രിയുള്ള തഹജ്ജുദ് നിസ്കാരത്തിന്റെ ദുആ, എന്തെങ്കിലും സദഖ ചെയ്തിട്ടുള്ള ദുആ, സംഭാവന ചെയ്തിട്ടുള്ള ദുആ, മഴ പെയ്യുമ്പോഴുള്ള ദുആ, യാത്രക്കാരന്റെ ദുആ, മുതഅല്ലിമിന്റെ ദുആ, ഖുർആൻ ഓതുന്നതിനുള്ള ദുആ, സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള ദുആ, അങ്ങനെ ഒരുപാട് ദുആകൾ ഉത്തരം നൽകാൻ വേണ്ടി അല്ലാഹു സംവിധാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദുആയിൽ നമ്മൾ കുറവരുത്തരുത്. അപ്പോൾ ഇവനൊരു സംവിധാനം അല്ലാഹു നിശ്ചയിച്ചു വെക്കുകയും ഇവൻ ദുആ ചെയ്യുകയും ആ ദുആ കൊണ്ട് മാറ്റിക്കൊടുക്കുകയും എന്നും അല്ലാഹു എഴുതി വെച്ചിരിക്കുന്നു. എല്ലാം അല്ലാഹുവിന്റെ കയ്യിലാണ്. നമ്മൾ അതിന്റെ അസ്ബാബുകളുമായിട്ട് കാര്യകാരണ ബന്ധങ്ങൾ എത്ര ബന്ധപ്പെടുന്നു അതിനനുസരിച്ചിരിക്കും നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവസരങ്ങൾ അല്ലാഹു തരുമ്പോൾ അതിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുക, നന്മകളിൽ മുന്നോട്ട് വരിക, ദുആകളെ ഫലിപ്പിക്കുക, നമ്മൾ കുടുംബബന്ധം ചേർക്കുക, മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ റിസ്കിൽ വർദ്ധനയുണ്ടാകും.
റിസ്കിൽ വർധന ഉണ്ടാക്കിയാൽ മാതാപിതാക്കൾക്ക് എന്ത് ചെയ്താൽ നമ്മൾ ഗുണം ചെയ്താൽ, മാതാപിതാക്കൾക്ക് നമ്മൾ മാതാപിതാക്കൾക്ക് ഇടങ്ങേറാക്കുകയാണെങ്കിൽ നമ്മുടെ ആയുസ്സിൽ കുറവ് വരും, റിസ്കിൽ കുറവ്. അപ്പൊ ഇതെല്ലാം അല്ലാഹുവിന്റെ തീരുമാനങ്ങൾ ഖണ്ഡിതമായിട്ടുണ്ടെങ്കിൽ പോലും ഭേദഗതി അനുഭവിച്ചിട്ടുള്ള ചില സംഗതികളുണ്ട്, ചില അസ്ബാബുകളിലൂടെ. അതാണ് ഈ പറഞ്ഞത്, ദുആ അതിനൊരു കാരണമാണ്, മാതാപിതാക്കൾ ഗുണം ചെയ്തൊരു കാരണമാണ്, അത് തന്നെ കുടുംബത്തിൽ ചേർത്തലപ്പെട്ടൊരു കാരണമാണ്. അല്ലാഹു മനസ്സിലാക്കിയ തൗഫീഖ് തരട്ടെ. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അടുത്ത ആയത്ത് ഇങ്ങനെയാണ്, വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയ ഇദ് ജാഅഹൽ മുർസലൂൻ. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി നമുക്ക് സൂറത്ത് യാസീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട ഒരു മഹാവ്യക്തിത്വത്തെ സംബന്ധിച്ച് നമുക്ക് പരിചയപ്പെടും. ഹബീബുൽ നജ്ജാർ എന്നറിയപ്പെടുന്ന ആശാരിയായ ഹബീബ്, അദ്ദേഹത്തിന്റെ വളരെ നിരോധകമായ ജീവിതവും മരണവും, ആ മരണത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുമൊക്കെ യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ എന്നൊക്കെ പറയുന്ന വളരെ വികാരോജ്വലമായ സംഭവങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ശേഷം പറയണം. അതിന്റെ ചരിത്രത്തിൽ കിടക്കുന്ന സമയം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയണം. മഹാനോട് പറഞ്ഞത് സാഹിബ് യാസീൻ എന്നാണ്. യാസീനിൽ പറയപ്പെടുന്ന ഒരു മഹാവ്യക്തിത്വം, യാസീൻ എന്ന സൂറത്തിൽ നമുക്ക് പറയപ്പെടുന്ന ഒരു അത്ഭുതകരമായ ചരിത്രം, അത് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസുകളെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് തൗഫീഖ് തരുമാറാകട്ടെ. എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും മഹാനവർ പറയുന്നു, സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസവും ഒരു ഇൽമു കൊണ്ടെങ്കിലും ഒരു അറിവ് കൊണ്ടെങ്കിലും നമ്മൾ മുൻപോട്ടായിട്ടില്ലെങ്കിൽ, ഇന്നലെയും ഇന്നും നമ്മുടെ ഇൽമും ഈമാനും അമലും അഖ്ലാഖും ഒരുപോലെയാണെങ്കിൽ നമ്മൾ യഥാർത്ഥ മുഅ്മിനല്ല. യഥാർത്ഥ മുഅ്മിൻ ഈമാനിൽ അമലിൽ അഖ്ലാഖിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. സാബിഖൂ, നിങ്ങൾ മുൻകടക്കൂ, നിങ്ങൾ മത്സരിക്കൂ, നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് പടച്ചിറപ്പ് കനിഞ്ഞേക്കിയ വലിയൊരു അവസരമാണ് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഖുർആനിനെ, ഖുർആന്റെ പ്രധാനപ്പെട്ട അധ്യായങ്ങൾ എടുത്ത് വെച്ച് ഇങ്ങനെ അറിയാനും പഠിക്കാൻ. ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിച്ചു, എന്തെല്ലാം പ്രധാന വിഷയങ്ങളുള്ള എല്ലാത്തിനെ കുറിച്ചും അശ്രദ്ധരായിട്ട് നമ്മൾ കഴിയാൻ. ഉറങ്ങുക, ശക്തമായ ഉറക്കമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ തട്ടി ഉണർത്തി, നമ്മൾ ഉണരി മറ്റുള്ളവരെ ഉണർത്തി എന്നിട്ട് പറയും മജ്‌ലിസിലേക്ക് പോകാം, എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾക്ക് കേൾക്കാം, നമുക്ക് അങ്ങോട്ട് കുറച്ച് എന്തെങ്കിലും ഈമാൻ, ഹൃദയത്തിലുള്ള ഈമാൻ വർദ്ധിച്ചു വരുന്നത് ഈമാൻ കയറുമ്പോഴാണ്. ഇതുപോലത്തെ മജ്‌ലിസിൽ വേറെ ഒരു മെഷീന് ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. പല കാര്യങ്ങൾക്കും മിഷനറികൾ ഒരുപാടുണ്ട്. ഇന്ന് എല്ലാത്തിനും മിഷനറീസ് ഉണ്ട്, ഒരു കാര്യത്തിന് മാത്രം മിഷനില്ല. ഹൃദയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഈമാനെ അല്ലാഹു ഒരൊറ്റ സെക്കൻഡ് സത്യവിശ്വാസികളുടെ നാവിൽ നിന്നില്ലെന്ന് കേട്ട് നമ്മുടെ ഹൃദയത്തിന്റെ വെളിച്ചവും ഹൃദയത്തിന്റെ തെളിച്ചവും കൂടി വരണം. അതല്ലാതെ നമ്മൾ യൂട്യൂബ് വാങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ യന്ത്രത്തിന്റെ ശബ്ദമുണ്ടോ വേറെ എന്തെങ്കിലും സെറ്റപ്പ് കൊണ്ട് വീട്ടിൽ ഇരുന്നുണ്ടോ, നമ്മൾ വീട്ടിൽ ഫുള്ള് രാവും പകലും കൊടുത്ത് നിസ്കാരം പായല എങ്കിൽ ഈമാൻ കൂടുതൽ മുഅ്മിനീങ്ങളെ ഈമാൻ കൂടാൻ ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ പറയുക, പറഞ്ഞോണ്ടിരിക്കുക. ഹൃദയത്തിൽ ഈമാൻ ഉള്ളവർക്ക് അത് വർധന ഉണ്ടാക്കാം, അത് കൂടുതൽ വെളിച്ചമേകും, അത് കൂടുതൽ പ്രതീക്ഷയേകും, അത് കൂടുതൽ ഈമാനികമായ അവസ്ഥയിലേക്ക് അത് കൊണ്ടെത്തിക്കും. ഇത് പറയുമ്പോൾ എന്റെ ശബ്ദത്തെ ആദ്യം കേൾക്കുന്നത് എന്റെ ചെവികളാണ്, പിന്നെയാണ് നിങ്ങളുടെ ചെവികളിലേക്ക് ശബ്ദം എത്തുന്നത്. പറയുന്ന ആളുടെ ഹൃദയത്തിലും കേൾക്കുന്നവരുടെ ഹൃദയങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാവണം. അതിനാണ് നമ്മുടെ മജ്‌ലിസ്. അൽഹംദുലില്ലാഹ് എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച അസനേഷൻ മജ്‌ലിസ് ഉണ്ട്. എല്ലാവരും വന്ന് കുറച്ച് അല്ലാഹുവിന്റെ സ്മരണയിലായിട്ട് ദിക്റിലായിട്ട് മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഓർമ്മയിൽ കുറച്ച് സലാത്തിൽ നിന്ന് അവസാനം പരിശുദ്ധ റൗദയുടെ പച്ച കുബ്ബ മനസ്സിൽ കണ്ടിട്ട് ഒരു സലാമൊക്കെ ചൊല്ലി റാഹത്തായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ കേട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ട് പോകുമ്പോൾ ഒരു അനുഭൂതി ഉണ്ടല്ലോ. എന്നിട്ട് കണ്ണും കൽബും പടച്ചവന്റെ ദർബാറിലേക്ക് നീട്ടിയിട്ടൊരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയോടെ പങ്കാളിക്കുമ്പോൾ ഈ ഒരാഴ്ചത്തെ കാര്യം മുഅ്മിനീങ്ങൾ പുരുഷന്മാർ പള്ളിയിൽ പോയിട്ട് ഖുത്ബ കേട്ടിട്ട് വെള്ളിയാഴ്ച പ്രസംഗം കേട്ടിട്ട് അവർക്ക് സെറ്റ് ആവാം. നമുക്ക് അല്ലാഹു നൽകി പെണ്ണുങ്ങൾ, രക്ഷകർത്താക്കൾ, അയൽവാസികൾ പ്രത്യേകിച്ച് ഞാൻ പറയാണ്, നിങ്ങൾ ഈ മജ്‌ലിസിൽ മനസ്സിലാക്കണേ, എല്ലാവരും വരണം. ദാഇയുടെ സിഫത്ത് നമ്മൾ കാണിക്കണം. എന്താണ് നമ്മുടെ സ്വഭാവം? കുന്തും ഖൈറ ഉമ്മത്തിൻ തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കും, നന്മ പറയും,
വരും നമുക്ക് മജ്‌ലിസിലേക്ക് പോകാം, സലാത്ത് മജ്‌ലിസിൽ പോകാം, ദുആ മജ്‌ലിസിൽ പോകാം, ഒന്ന് ഫോൺ വിളിച്ചിട്ട് ഒന്ന് മെസ്സേജ് ഷെയർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു കൂട്ടി വന്ന് കേട്ട് പറഞ്ഞ് മജ്‌ലിസ് അങ്ങോട്ട് ശക്തമായി. അങ്ങനെ നമ്മൾ ഓരോ സൂറത്തും ഓരോ ആയത്തെടുത്ത് പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, എത്ര വലിയ സൗഭാഗ്യം, എത്ര വലിയ സൗഭാഗ്യം. ചെറുതല്ല കുഞ്ഞുങ്ങളെ, ചെറുതല്ല. നിസ്കരിക്കാൻ നമുക്ക് ഒന്നുകൊടുത്ത് വീട്ടിൽ നിസ്കരിച്ചാൽ മതി. പക്ഷെ ഈമാനിന്റെ മജ്‌ലിസിൽ കൂടി ഈമാൻ പറയാനും കേൾക്കാനും നമുക്ക് ഒരുപാട് നന്മകൾക്ക് ഹേതുവായി തീർന്ന മജ്‌ലിസിൽ വന്നിരിക്കാൻ വലിയ സൗഭാഗ്യമാണ്. അള്ളാഹുവിന്റെ വലിയ റഹ്മത്ത് വേണം. അള്ളാഹു തന്ന റഹ്മത്ത് അള്ളാഹു നിലനിർത്തട്ടെ. കൂടുതൽ ഖുർആൻ പഠിക്കാൻ, ഖുർആനെ സ്നേഹിക്കാൻ, ഖുർആനെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ. എല്ലാ ദിവസവും യാസീൻ എടുത്ത് ചോദിക്കുമ്പോൾ ഇത് നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. കൃത്യമായിട്ട് രേഖപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ഒരു പോയിന്റിലൂടെയാണ് നാം ഓരോരുത്തരും എല്ലാ ദിവസവും ഉണർന്നെഴുന്നേൽക്കുന്നതും പോയി കിടക്കുന്നതും സഞ്ചരിക്കുന്നതും എന്ന കൃത്യമായ ഒരു ബോധ്യത്തോടുകൂടി ജീവിക്കാൻ നമ്മളെ സഹായിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ വായിച്ച് കേട്ടും പഠിച്ചു മനസ്സിലാക്കി വരുമ്പോൾ അല്ലാഹു ഓരോ ദിവസവും നമ്മുടെ മനസ്സിൽ ഇട്ട് തരുന്നൊരു സന്തോഷമുണ്ട്. അതാണ് ഖുർആനിക ഹൃദയത്തിന്റെ സന്തോഷ സമവാക്യങ്ങൾ എന്ന് പറയുന്നത്. അത് അല്ലാഹു ആർജിച്ചെടുക്കാൻ, ഉപയോഗപ്പെടുത്തിയെടുക്കാൻ അല്ലാഹു വലിയ സൗഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു ചുരുക്കുന്നു.